ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അച്ഛമ്മ അറിയാതെ അഞ്ജനയെ അർജുൻ്റെ വീട്ടിൽ താമസിപ്പിച്ചതിൻ്റെ പേരിൽ അച്ഛമ്മ വീട് വിട്ട് ഇറങ്ങി പോവുകയാണ്. അങ്ങനെ വീട്ടിലുള്ളവർ എല്ലാവരും തടയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അച്ഛമ്മ പിടിവാശിയിൽ നിന്നും മാറി നിൽക്കുന്നില്ല. വീട്ടിലുള്ളവർ എല്ലാവരും കരുതുന്നത് അച്ഛമ്മ നേരെ അരുണിമയുടെ അടുത്തേക്ക് പോയിട്ടുണ്ടാവും എന്നാണ് കരുതുന്നത്. അങ്ങനെ മധു ആൻറ്റി വിളിച്ചു പറയുകയാണ് നന്ദന്. എന്നിട്ട് നന്ദനോട് ചോദിക്കുകയാണ്, അച്ഛമ്മ അവിടെ വന്നിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ഇവിടേക്ക് വന്നിട്ടില്ലല്ലോ അമ്മ എന്ന് പറയാണ്. അപ്പോൾ അഞ്ജന ചേച്ചി ഇവിടെ താമസിക്കുന്നുണ്ട്. അഞ്ജന ചേച്ചിയെ അർജുനും പൂജയും കൂടി തീരുമാനം എടുത്ത ശേഷം ഈ വീട്ടിലേക്കാണ് കൊണ്ടുവന്നത്. അമ്മയുടെ കണ്ണിൽ പെടാൻ സൂക്ഷിച്ച് കൊണ്ടു നടക്കുമായിരുന്നു. പക്ഷേ അമ്മ കണ്ടുപിടിച്ചു. ഈ വീട്ടിൽ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അമ്മ ഇപ്പോൾ വീട് വിട്ടു പോയിരിക്കുകയാണ്. ഞങ്ങൾ തടയാൻ ശ്രമിച്ചു, പക്ഷേ അമ്മ അതിനൊന്നും കേൾക്കാൻ കൂട്ടാക്കിയില്ല. അമ്മ നല്ല വാശിയിലാണ് പോയിട്ടുള്ളത്. ഇനി ഈ വീട്ടിലേക്ക് വരില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് അമ്മ പോയത്. ഞങ്ങൾ കരുതിയത് അരുണിമ ചേച്ചിയുടെ അടുത്തേക്ക് വന്നിട്ടുണ്ടാവും എന്നാണ് കരുതിയത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നന്ദനോട് മധു ആൻറ്റി സംസാരിക്കുകയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ നന്ദൻ ആകെ പേടി വരികയാണ്. ഇല്ല, അമ്മ ഈ വീട്ടിലേക്ക് വന്നിട്ടില്ല, പിന്നെ എവിടെ പോയി അമ്മ എന്നിങ്ങനെ മധു ആൻറ്റി സങ്കടത്തോടു കൂടി ചോദിക്കുകയാണ്. അപ്പോഴാണ് അവിടേക്ക് അരുണിമ വരുന്നത്. എന്നിട്ട് എന്താണ് നന്ദേട്ട എന്ന് ചോദിക്കുമ്പോൾ നന്ദൻ ഫോണ് അരുണിമയ്ക്ക് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ അരുണിമ പറയുന്നുണ്ട്, എന്താണ് മധു എന്ന് ചോദിക്കുമ്പോൾ അമ്മ ഈ വീട്ടിൽ വന്ന ശേഷം ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അരുണിമ ചേച്ചി അഞ്ജനയെ ഈ വീട്ടിൽ അർജുനും പൂജയും കൂടി താമസിപ്പിച്ചിട്ടുണ്ട്. അമ്മയുടെ കണ്ണിൽ പെടാതെ ഞങ്ങൾ കൊണ്ടു നടക്കുകയായിരുന്നു. പക്ഷേ അമ്മ അഞ്ജനയെ കണ്ടു. ഇപ്പോൾ ഈ വീട്ടിൽ ഒരുപാട് പൊട്ടിത്തെറികളൊക്കെ ഉണ്ടായി. അവസാനം അമ്മ വീട് വിട്ട് ഇറങ്ങിപ്പോയി. അമ്മ ഞങ്ങൾ വിചാരിച്ചത് അരുണിമ ചേച്ചിയുടെ അടുത്തേക്ക് വന്നിട്ടുണ്ടാവുമെന്നാണ്. പക്ഷേ നന്ദേട്ടൻ പറഞ്ഞത് അവിടേക്ക് വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ അരുണിമ ആകെ അങ്ങ് ഞെട്ടിപ്പോവുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ അമ്മ എവിടെ പോയി? നിങ്ങൾ ആരും പിന്നെ എന്താ അന്വേഷിക്കാതിരിക്കുന്നത്? ആനന്ദേട്ടനോടൊക്കെ പോയി പറയും മധു, എനിക്കാകെ ടെൻഷൻ ആവുന്നു. അമ്മ എവിടെ പോയിട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞ് അരുണിമ അങ്ങ് കരയാൻ തുടങ്ങാൻ കേട്ടോ. അങ്ങനെ ഫോൺ വെച്ച ശേഷം നന്ദൻ വിഷമിക്കേണ്ട എന്നും പറഞ്ഞ് സമാധാനപ്പെടുത്താണ്. അമ്മയ്ക്ക് സുഖമില്ലാത്തതാണ്, അമ്മ എവിടെ പോയി? ഈ പ്രായത്തിൽ അമ്മ ഇങ്ങനെ പുറത്തു പോയാൽ ശരിയാവില്ല, എനിക്ക് ആകെ പേടിയാവുന്നു എന്നൊക്കെ പറഞ്ഞ് അരുണിമ പൊട്ടിക്കരയാണ്. അപ്പോൾ നന്ദൻ സമാധാനപ്പെടുത്തുന്നുണ്ട്, നീ വിഷമിക്കല്ലേ, അമ്മ എവിടെ പോയാലും നമുക്ക് കണ്ടെത്താം, ഞങ്ങളെല്ലാവരും കൂടി അമ്മയെ പോയി കണ്ടുപിടിക്കാം എന്നൊക്കെ പറഞ്ഞ് അരുണിമയെ സമാധാനപ്പെടുത്താണ്. പിന്നീട് മധു ആൻറ്റി നേരെ ആനന്ദിൻ്റെ അടുത്തേക്കാണ് ചെല്ലുന്നത്. എന്നിട്ട് ആനന്ദിനോട് പറയുന്നുണ്ട്, അമ്മ അരുണിമ ചേച്ചിയുടെ വീട്ടിലേക്ക് എത്തിയിട്ടില്ല ആനന്ദേട്ട, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അമ്മ എവിടേക്കാവും പോയിട്ടുണ്ടാവുക എന്നൊക്കെ പറയണേ. അങ്ങനെ അത് കേട്ടപ്പോൾ മാധുരി ആകെ വിഷമിക്കുകയാണ്. അപ്പോൾ എൻ്റെ മനസ്സ് പറയുന്നത് പോലെ എനിക്കാകെ പേടിയാകുന്നു. എൻ്റെ മനസ്സിലേക്ക് എന്തെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ അത് സംഭവിക്കാറുണ്ട് ആനന്ദേട്ട, എനിക്കാകെ പേടിയാവുന്നു. അമ്മയ്ക്ക് എന്തെങ്കിലും അപായം പറ്റുമോ? അമ്മയെ എവിടെയാണെങ്കിലും കണ്ടുപിടിച്ച് കൊണ്ടുപോയ അർജുനോട് കൂടി പറ. അമ്മ ഇപ്പോൾ അമ്പലത്തിൽ എവിടെയെങ്കിലും ഉണ്ടാവും. അമ്മ അമ്പലത്തിലേക്കാണ് ഇങ്ങനെ വീട് വിട്ട് പോയി കഴിഞ്ഞാൽ അമ്മ അമ്പലത്തിലേക്കാണ് പോവാറുള്ളത്. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും കൂടി അമ്പലത്തിലേക്ക് പോവാം എന്നൊക്കെ പറയണേ. അപ്പോഴത്തേക്കുമൊക്കെ രാത്രി ആയിട്ടുണ്ടാവും. അങ്ങനെ പൂജയും അർജുനുമാണെങ്കിലോ പ്രിയേനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കാവും. പ്രിയേനെ സ്നേഹസദനത്തിൽ വിശ്വനാഥൻ അച്ഛൻ താമസിപ്പിച്ചതിൻ്റെ കാര്യങ്ങളാവട്ടോ സംസാരിക്കുന്നുണ്ട്. വിശ്വനാഥൻ അച്ഛനെ നമ്മൾ വെറുതെ തെറ്റിദ്ധരിക്കുകയാണ് ചെയ്തത്. നിനക്ക് വേണ്ടിയിട്ടാണ് വിശ്വനാഥൻ അച്ഛൻ പ്രിയയെ അവിടെ നിർത്തിയത്. വിശ്വനാഥൻ അച്ഛൻ്റെ കൺമുന്നിലാവുമ്പോൾ പ്രിയ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വിശ്വനാഥൻ അച്ഛനെ നിരീക്ഷിക്കാം എന്ന് കരുതിയിട്ടാണ്, നിന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അവൾ പകയോട് കൂടിയിട്ടാണ് ജയിലിൽ നിന്നും ഇറങ്ങിയത്. നിന്നെ ഇല്ലാതാക്കണം എന്നുള്ള ലക്ഷ്യം മാത്രമാണ് പ്രിയയുടെ മനസ്സിലുള്ളത്. അതിനുവേണ്ടി നിന്നെ തകർക്കണം, ഏത് വിധേനയും നിന്നെ തകർക്കണം എന്നുള്ള ഒരു ചിന്ത മാത്രമാണ് പ്രിയയുടെ മനസ്സിലുള്ളത്. അതുകൊണ്ട് നിനക്ക് എന്തെങ്കിലും അപായം വരുമോ എന്നുള്ള പേടിയിലാണ് വിശ്വനാഥൻ അച്ഛൻ ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് വിശ്വനാഥൻ അച്ഛൻ ഇങ്ങനെ ഒരു തീരുമാനമെടുത്ത് പ്രിയനെ ആ സ്നേഹസദനത്തിൽ തന്നെ നിർത്തിയതും വിശ്വനാഥൻ അച്ഛൻ പ്രിയനെ നിരീക്ഷിക്കുന്നതും ഉണ്ടായിരുന്നു എന്നൊക്കെ പറയണം. അപ്പോൾ വിശ്വനാഥൻ അച്ഛൻ നമുക്ക് വേണ്ടിയിട്ടാണ് പ്രിയനെ അവിടെ നിർത്തിയത്. ഇപ്പോൾ നിനക്ക് മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് വിശ്വനാഥൻ അച്ഛൻ ഇങ്ങനെ ഒരു കാര്യം പ്രിയനെ അവിടെ നിർത്താനുള്ള കാര്യം തീരുമാനിച്ചത് എന്നുള്ളതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുമ്പോഴാണ് അവിടേക്ക് ആനന്ദ് വന്ന് കഥകിൽ തട്ടുന്നത് കേട്ടോ. അപ്പോൾ എന്താ അച്ഛാ എന്നും പണ്ട് കഥകൊക്കെ തുറന്ന ശേഷം അർജുൻ ചോദിക്കുന്നുണ്ട്, എന്താ അച്ഛൻ്റെ മുഖം വല്ലാണ്ടിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ നിനക്കറിയില്ലേ അച്ഛമ്മ ഈ വീട് വിട്ട് ഇറങ്ങിപ്പോയത്? ആ അറിയാം, പൂജയെ ഒരുപാട് തല്ലിയിട്ടാണത്രേ അച്ഛമ്മ പോയത്. അച്ഛമ്മ അരുണിമാൻറ്റിയുടെ വീട്ടിലുണ്ടാവും. എന്തായാലും അരുണിമാൻറ്റിയുടെ വീട്ടിൽ പോയിട്ട് അച്ഛമ്മയെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് തിരിച്ച് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരണം. അത് ഞാൻ ചെയ്തോളാം അച്ഛാ എന്നൊക്കെ പറയാട്ടോ. അപ്പോൾ ആനന്ദ് പറയണേ, അതിന് അരുണിമയുടെ വീട്ടിൽ ചെന്നിട്ടില്ലത്രേ അച്ഛമ്മ. എന്താ പറഞ്ഞത് എന്നങ്ങ് ചോദിച്ചിട്ട് പൂജയും
പൂജയും അർജുനും ആകെ അങ്ങ് ഞെട്ടിപ്പോവുകയാണ് കേട്ടോ. അപ്പോൾ അരുണിമ ഇപ്പോൾ വിളിച്ചിരുന്നു. അപ്പോൾ മധു വിളിച്ചതാണ് അരുണിമയ്ക്ക്. ആ സമയത്താണ് അറിഞ്ഞത് അച്ചമ്മ അവിടെ എത്തിയിട്ടില്ല. അപ്പോൾ അച്ചമ്മ നല്ല വാശിയിലും പിണക്കത്തിലും തന്നെയാണല്ലോ. എങ്കിൽ നമുക്ക് ഇപ്പോൾ തന്നെ കണ്ടെത്താൻ ശ്രമിക്കാം അർജുൻ. വാ, ഏതെങ്കിലും അമ്പലനടയിൽ ഉണ്ടാവും. ഉറപ്പായിട്ടും അമ്മ അവിടെ എവിടെയെങ്കിലും പോയിട്ടിരിക്കുകയാണ് ചെയ്യാറ്. ഈ വീട് വിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നേരെ അമ്മ അമ്പലത്തിലാണ് ആശ്രയം തേടാറുള്ളത്. നീ വാ എൻ്റെ കൂടെ എന്നൊക്കെ പറയട്ടോ. അങ്ങനെ അർജുൻ ആനന്ദ് കൂടി അച്ചമ്മയെ തിരയാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ പൂജയാണെങ്കിലും ആകെ സങ്കടമാവും കേട്ടോ. ഞാൻ കൂടി കാരണമാണല്ലോ അച്ചമ്മ ഈ വീട് വിട്ടു പോയത് എന്നുള്ള വിഷമം പൂജയിലും വരികയാണ്. അങ്ങനെ അഞ്ജന പറയുന്നുണ്ട്, ഞാൻ ഇവിടെ താമസിക്കാൻ പാടില്ലായിരുന്നു അച്ചമ്മ, ഞാൻ കാരണമാണ് ഈ വീട് വിട്ടു പോയത്, അതുകൊണ്ട് ഞാൻ പോവാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അച്ചമ്മയെ കുറിച്ച് ഓർത്തിട്ട് അഞ്ജനയും പൊട്ടിക്കരയുന്നുണ്ട്. അപ്പോൾ പൂജ സമാധാനപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ അർജുനും ആനന്ദും കൂടി അമ്പലങ്ങളിലൊക്കെ പോയി അച്ചമ്മയെ തിരയാൻ വേണ്ടി പോകുന്നുണ്ട്. ഈ സമയത്ത് അച്ചമ്മയെ കാണാൻ വേണ്ടിയിട്ട് അമ്പലനടയിലേക്ക് കമ്മീഷണറാണ് കേട്ടോ വരുന്നത്. കമ്മീഷണറും ആണ്ടവനും കൂടി വരികയാണ്. അങ്ങനെ കമ്മീഷണറാണെങ്കിലും അപകടം പറ്റിയത് കൊണ്ട് തന്നെ ആ കമ്മീഷണറുടെ മുഖത്തിൻ്റെ ഒരു സൈഡും കണ്ണിൻ്റെ ഭാഗമൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് പരിക്കുകളൊക്കെ പറ്റിയിട്ടുണ്ടാവും. അതുപോലെ കമ്മീഷണർക്ക് നടക്കാൻ കഴിയും. അപകടം പറ്റിയത് കൊണ്ട് തന്നെ വലത്തെ കാല് മുറിഞ്ഞിട്ടുണ്ടാവും. ആണ്ടവൻ്റെ സഹായത്തോടെയാണ് കമ്മീഷണർ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടാവുക. കമ്മീഷണർ എല്ലാ കാര്യങ്ങളും വീട്ടിലിരുന്ന് കൊണ്ട് നന്ദൻ്റെ വീടിനെ തകർക്കണം, നന്ദന് വേണ്ടപ്പെട്ട എല്ലാവരെയും ഇല്ലാതാക്കണം എന്നുള്ള ചിന്തയൊക്കെയാണ് കമ്മീഷണറുടെ മനസ്സിലുണ്ടാവുക. അങ്ങനെ ഓരോ കരുക്കളായിട്ട് ആണ്ടവനെ കൊണ്ട് നീക്കിപ്പിക്കുക തന്നെയായിരിക്കും കേട്ടോ. ആ സമയത്താണ് അച്ചമ്മ വീട് വിട്ടു പോയത് അറിയുന്നത്. അങ്ങനെ കമ്മീഷണർ അച്ചമ്മയുടെ അടുത്തേക്ക് അമ്പലത്തിലേക്ക് വരികയാണ് കേട്ടോ. ആ സമയത്ത് അച്ചമ്മയാണെങ്കിലോ വിഷമത്തോട് കൂടിയിട്ട് അമ്പലനടയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ആവും ചെയ്യുന്നുണ്ടാവുക. ആ സമയത്താണ് കമ്മീഷണർ അച്ചമ്മയുടെ അടുത്തേക്ക് ചെല്ലുന്നത്. അങ്ങനെ കമ്മീഷണറെ കണ്ടതോടുകൂടി അച്ചമ്മ ഒന്നങ്ങ് ഞെട്ടിപ്പോകുന്നുണ്ട് കേട്ടോ. എന്നിട്ട് കമ്മീഷണർ കാല് വലിച്ചിട്ടാണ് അച്ചമ്മയുടെ അടുത്തേക്ക് ചെല്ലുന്നത്. എന്നിട്ട് അച്ചമ്മയോട് ചോദിക്കുന്നുണ്ട്, എന്നെ മറക്കാൻ നിങ്ങൾക്ക് സാധ്യതയില്ല, ഞാൻ അങ്ങ് ഇല്ലാതായെന്ന് നിങ്ങളൊക്കെ കരുതി, ഞാൻ മറഞ്ഞിരുന്നു കൊണ്ട് തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് എന്നൊക്കെ ഇങ്ങനെ കമ്മീഷണർ വലിയ വീമ്പളക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആണ്ടവനും കൂടി ഉണ്ടാവും. അങ്ങനെ കമ്മീഷണർ പറയുന്നുണ്ട്, നിങ്ങൾ വീട് വിട്ട് ഇറങ്ങിയത് മരിക്കാൻ വേണ്ടിയിട്ടാണ് എങ്കിൽ നിങ്ങളുടെ ആഗ്രഹം ഞാൻ സാധിച്ചു തരാം, എൻ്റെ കൈകൊണ്ട് തന്നെ നിങ്ങളെ അങ്ങ് ഇല്ലാതാക്കിയ പോരെ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. അങ്ങനെ അച്ചമ്മ ആകെ അങ്ങ് പേടിച്ച് പോവുകയാണ്. എന്നിട്ട് ആണ്ടവനോട് അച്ചമ്മയെ വണ്ടിയിൽ കയറ്റാൻ വേണ്ടി പറയുകയാണ് കേട്ടോ. അങ്ങനെ അച്ചമ്മ ആ സമയത്ത് ബഹളമൊക്കെ വെക്കുന്നുണ്ട്. അച്ചമ്മയെ തട്ടിക്കൊണ്ടു പോകാനുള്ള ശ്രമത്തിലാണ് കേട്ടോ. എന്നിട്ട് അച്ചമ്മയെ മുൻ നിർത്തിയിട്ട് കമ്മീഷണർക്ക് ഇനി അടുത്ത കളികൾ കളിക്കാമെന്ന് കമ്മീഷണർ പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെ കമ്മീഷണർ അച്ചമ്മയും കൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ റാണിയൊക്കെ ഇനി അച്ചമ്മ കാണാൻ പോവുകയാണ്. അതുപോലെ സ്വാതിയെയും ഇനി കമ്മീഷണറുടെ അടുത്ത് തന്നെ ആയിരിക്കും കേട്ടോ. അങ്ങനെ എല്ലാവരെയും വെച്ച് കമ്മീഷണർ ഇനി അടുത്ത ഒരു കളികളൊക്കെ കളിക്കാൻ പോകുന്നുണ്ട്. പക്ഷേ എല്ലാവരെയും ഒരുമിച്ച് ഇനി അർജുൻ ഇല്ലാതാക്കുകയും അവരെ എല്ലാവരെയും രക്ഷപ്പെടുത്തി കൊണ്ടുവരികയൊക്കെ ചെയ്യും. അങ്ങനെയുള്ള എപ്പിസോഡൊക്കെ വരാനിരിക്കുന്നുണ്ട്.